എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണൻ വന്ദേ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 1 ശ്ലോകം 15 വരെയാണ് വിശദീകരിച്ചത്. ഇന്ന് ശ്ലോകം 16 മുതൽ ആരംഭിക്കുന്നു. ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് എടുക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സർ. പഹനാവവതു പഹനൗ ഭുനക്തു പഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരേ അജുഹാവം ത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതമായ പ്രണാമം. മുമ്പ് പറഞ്ഞാല് ചതുർത്ഥസ്കന്ധം 1-ാം അധ്യായം ഇനി 16-ാമത്തെ ശ്ലോകം എടുക്കുന്നു. വിദുര ഉവാചാം അത്ര ഗൃഹേ ഫലശ്രേഷ്ഠാസ്ത്യുത്പത്യന്തഹേതവാം കിഞ്ചിച്ചികീർഷവോ ജാത ഏതദാഖ്യാഹി മേ ഗുരു. മുമ്പത്തെ ശ്ലോകത്തിലെ അത്രിയുടെ പത്നിയായ അനസൂയയിൽ 3 പുത്രന്മാർ ഉണ്ടായതായിട്ട് പറഞ്ഞു. ദത്തൻ, ദുർവാസാവ്, സോമൻ എന്നാളുടെ പേര് എന്നൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ വിതുരൊരു സംശയരൂപേണ ചോദിച്ചു, അത്രേഹി ഗൃഹേ, അത്രിയുടെ ഗൃഹത്തിൽ സുരശ്രേഷ്ഠാഹ, ദേവശ്രേഷ്ഠന്മാർ, സ്ഥിതി ഉൽപ്പത്തി അന്തഹേതവഹ, സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണക്കാരായ, സൃഷ്ടി സ്ഥിതി ഉൽപ്പത്തി അന്തഹേതു, സ്ഥിതി സംരക്ഷണം, ഉൽപ്പത്തി സൃഷ്ടി, അന്തം സംഹാരം, ഇതിന് ഹേതുക്കളായ കാരണക്കാരായ സ്ഥിത്യുൽപ്പത്യന്തഹേതവഃ സുരശ്രേഷ്ഠാഃ കിഞ്ചിത് ചികീർഷവഃ, എന്തോ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിട്ട്, ചികീർഷവഃ ആഗ്രഹിക്കുന്നവരായിട്ട്, കിഞ്ചിത് ചികീർഷവ എന്തോ ഒന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിട്ട്, ജാതാഹ ജനിച്ചു, ഏതത് ആഖ്യാഹിമേ ഗുരു, അതെനിക്ക് ഒന്ന് ആഖ്യാനിച്ചു തരൂ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ദേവന്മാരിൽ വെച്ച് ഉത്കൃഷ്ടരാണ്, സ്വരശ്രേഷ്ഠന്മാരാണ്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതന്മാരുമാണ്. 3 പേരും അത്രിയുടെ പുത്രനായിട്ട് ജനിക്കാൻ കാരണമെന്താണ്? എന്തെങ്കിലും വലിയ ആവശ്യം സാധിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ. ആ കാരണം ഉൾപ്പെടെയുള്ള ആ കഥ എന്നോടൊന്ന് വിസ്തരിച്ച് പറയൂ എന്ന് വിതുരൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. ഒറ്റവരി പറഞ്ഞു തീർത്തേ ഉള്ളൂ. അത്രിക്ക് 3 പുത്രന്മാരുണ്ടായി, 3 പേരും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അംശങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞു. ദത്തൻ ശ്രീഹരിയുടെയും, ദുർവാസാവ് പരമേശ്വരൻ്റെയും, സോമൻ ബ്രഹ്മാവിൻ്റെയും അവതാര രൂപത്തിൽ ജനിച്ച പുത്രന്മാരാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ ഇതിനെന്താ ഒരു നിമിത്തം, കാരണം എന്താണ് ഇങ്ങനൊരു അവതാരങ്ങൾ 3 പേരും കൂടി ഭൂമിയിൽ അവതരിച്ചു വരാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു. അത്ര ഗൃഹേഫര ശ്രേഷ്ഠാസ്ത്യുൽപ്പത്യന്തഹേതവാം കിഞ്ചിത് ചികീർഷവോ ജാത ഏതദാഖ്യാഹിമേ ഗുരു. അത്ര ഗൃഹേ സ്ഥിത്യുൽപ്പത്യന്തഹേതവഃ പുരശ്രേഷ്ഠാഃ കിഞ്ചിത് ചികീർഷവഃ ജാതാഃ ഹേ ഗുരു ഏതദ് മേ ആഖ്യാഹി. അത്രേ ഗൃഹേ പുരശ്രേഷ്ഠാസ്ത്യുൽപ്പത്യന്തഹേതവാം കിഞ്ചിത് ചികീർഷവോ ജാത ഏതദാഖ്യാഹി മേ ഗുരു. അത്രേ ഗൃഹേ പുരശ്രേഷ്ഠാസ്ത്യുൽപ്പത്യന്തഹേതവാം കിഞ്ചിത് ചികീർഷവോ ജാത ഏതദാഖ്യാഹി മേ ഗുരു.
ബ്രഹ്മണാ ചോദിതസൃഷ്ടാവതൃ ബ്രഹ്മവിദംബരാം സഹവജ്ഞാ വൃക്ഷം കുലദ്രിം തപസി സ്ഥിതാം. മൈത്രേയൻ അതിന് മറുപടി പറയാം. വിതുരർ മൈത്രേയൻ എഴുതിയപ്പോൾ മൈത്രേയ ഉവാച. മൈത്രേയൻ പറഞ്ഞു, ബ്രഹ്മണാ ചോദിത, ബ്രഹ്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായ പ്രചോദിപ്പിക്കപ്പെട്ടവരായ ആയിട്ട് സൃഷ്ടൗ, സൃഷ്ടിയിൽ, അത്രിഹി, സൃഷ്ടൗ അത്രി കുറിച്ച് വരുമ്പോൾ സൃഷ്ടാവത്രി എന്ന് സന്ധി വരുന്നതാണ്. സൃഷ്ടൗ എന്ന സൃഷ്ടിയിൽ, അത്രിഹി, അത്രി ബ്രഹ്മവിദംബര, വേദം അറിയുന്നവരിൽ വെച്ച് ശ്രേഷ്ഠൻ. ഇവിടെ ബ്രഹ്മശബ്ദത്തിന് വേദം എന്നർത്ഥം. ബ്രഹ്മവിത്ത് എന്നുവെച്ചാൽ വേദം അറിയുന്നവർ. ബ്രഹ്മവിദാം വരൻ, വേദം അറിയുന്നവരിൽ വെച്ച് ശ്രേഷ്ഠൻ, ഉത്കൃഷ്ടനായ. അത്രി, വേദജ്ഞന്മാരിൽ വെച്ച് ഉത്കൃഷ്ടനായ അത്രി. പത്നിയ സഹ, പത്നിയോടൊപ്പം, യയൗ പോയി, വൃക്ഷം കുലാദ്രി. യയൗ വൃക്ഷം കുറിച്ച് വരുമ്പോൾ യയാവൃക്ഷം എന്ന്. അവിടെ വൃക്ഷം എന്നൊരു വാക്കില്ല. നമുക്ക് ഒന്നിച്ച് നോക്കി വായിക്കുമ്പോൾ അത് വൃക്ഷമാണല്ലോ എന്ന് വിചാരിക്കും. വൃക്ഷമല്ല, യയൗ വൃക്ഷം എന്നാണ്. ഋ എന്നാണ് സന്ധി വിരിയുന്നത്. രണ്ട് ഔകാരവും ഋകാരവും കൂടി ചേർന്നപ്പോൾ വ ആദേശം വന്നിട്ട് യയാവൃക്ഷം എന്ന് വരുന്നതാണ്. യയൗ പോയി, വൃക്ഷം കുലാദ്രിം, വൃക്ഷം എന്ന പർവ്വതത്തെ, തപസ്സിൽ സ്ഥിത, തപസ്സിൽ സ്ഥിതി ചെയ്യാൻ വേണ്ടി വൃക്ഷപർവ്വതത്തിലേക്ക് യാത്രയായി. ആരെ? അത്രി. ആരോടൊപ്പം? പത്നിയോടൊപ്പം. എന്തുകൊണ്ടാണ്? ബ്രഹ്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ടവരായി നായ അത്രി, വേദജ്ഞനായ അത്രി പത്നിയോടൊപ്പം കുലാദ്രിയായ, കുലപർവ്വതമായ വൃക്ഷപർവ്വതത്തിലേക്ക് തപസ്സിന് വേണ്ടി പോയി. സന്താനങ്ങൾ വേണമെങ്കിൽ തപസ് ചെയ്യണം, അല്ലാതെ ഉണ്ടാവില്ല. നമുക്കൊക്കെ അറിയാം, തപസ്സില്ലാതെ ഉണ്ടായിരിക്കുന്ന സന്താന പരമ്പരകളെ കൊണ്ട് ഭൂമി നിറയുകയാണ്. തപസ് അനുഷ്ഠിച്ചിട്ട് വേണം പുത്രൻ ഉണ്ടാവാൻ, എങ്കിൽ മാത്രമേ ആ സത്സന്താനങ്ങളെ ജനിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അത്രി പത്നി സഹിതനായിട്ട് വൃക്ഷമെന്ന കുലപർവ്വതത്തിലേക്ക് യാത്രയായി. അവിടെ ചെന്ന് തപസ്സാചരിച്ചു. ഈശ്വരഭക്തി ഇല്ലാത്ത, നിഷ്ഠകളൊന്നുമില്ലാത്ത, മൃഗീയ വ്യാപാരം നടത്തുന്ന സന്താനങ്ങൾ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തില്ല, ലോകത്തെ നശിപ്പിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ മഹാത്മാവായ അത്രിയും പത്നിയും കൂടി ധർമാനുഷ്ഠാനത്തിന് യുക്തരായ പുത്രന്മാരെ കിട്ടാൻ വേണ്ടി വൃക്ഷപർവ്വതത്തിൽ തപസ്സിന് പോയത്. ഒരു ചിട്ടയുമില്ല, ആചാരങ്ങളില്ല, അനുഷ്ഠാനമില്ല, ഈശ്വരഭക്തിയില്ല, ആരോടും ഭക്തിയില്ല, ആരോടും ഒരു കടപ്പാടുമില്ല. അങ്ങനെയുള്ള സന്താന പരമ്പരകൾ ഇന്ന് ലോകം നിറയുകയാണ്. അതിൻ്റെ കാരണം ഒരു ദിവസമെങ്കിലും തപസ്സനുഷ്ഠിച്ച് സന്താനത്തെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ പ്രശ്നം വരില്ല. ഒരു ദിവസമെങ്കിലും. വിവാഹം കഴിഞ്ഞാൽ കുറച്ചു നാൾ തപസ്സനുഷ്ഠിച്ചിട്ട് വേണം സന്താനത്തെ സൃഷ്ടിക്കാൻ. അതുകൊണ്ട് അത്രയും പത്നിയും കൂടി തപസ്സിന് വേണ്ടിയിട്ട് വൃക്ഷപർവ്വതത്തിലേക്ക് യാത്രയായിരുന്നു. ബ്രഹ്മണാചോദിത സൃഷ്ടാവത്ര ബ്രഹ്മവിദംബരാം സഹവജ്ഞായ വൃക്ഷം കുലദ്രിം തപസി സ്ഥിതം. ബ്രഹ്മവിദംബരഃ അത്രിഃ സൃഷ്ടൗ ബ്രഹ്മണാ ചോദിതഃ പത്ന്യാ സഹ കുലാദ്രിം വൃക്ഷം യയൗ തപസി സ്ഥിതഃ. ബ്രഹ്മണാ ചോദിത സൃഷ്ടാവത്ര ബ്രഹ്മവിദംബരാ സഹവജ്ഞായ വൃക്ഷം കുലാദ്രിം തപസി സ്ഥിതം. ബ്രഹ്മണാ ചോദിത സൃഷ്ടാവത്ര ബ്രഹ്മവിദംബരാം സഹവജ്ഞായ വൃക്ഷം കുലാദ്രിം തപസി സ്ഥിതം. തസ്മിൻ പ്രസൂനസ്തപക
പരാശാശോകാനനേ വാർഭിഫ്രവദ്ഭിരുദ്ഘുഷ്ടേ നിർവിദ്ധ്യായാസ്വമന്തതാം പ്രാണായാമേന സംയമ്യ മനോവർഷശതം മുനീം അധിഷ്ഠതേകപാദേന നിർദ്വന്ദ്വോനിലഭോജനാം ശരണം തം പ്രപദ്യേഹം ഏവ ജഗദീശ്വരാം പ്രജാമാത്മഫമാം മഹ്യം പ്രയച്ഛത്വിതി ചിന്തയൻ. തസ്മിൻ അവിടെ ഇവിടെ വൃക്ഷപർവ്വതത്തിൽ പ്രഫൂന സ്തബക പലാശ അശോക കാനനേ. പ്രഫൂനം പൂക്കൾ, സ്തബകങ്ങൾ പൂങ്കുലകൾ, സ്തബക പലാശ അശോകം, പ്ലാശ അശോകം, അതാണ് ഈ പലാശം അശോകം. ഇവയുടെ പൂക്കളും പൂങ്കുലകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ വൃക്ഷപർവ്വതത്തിൻ്റെ കാനനത്തിൽ വാർഭിഹി വെള്ളം കൊണ്ട്, വാരി വെള്ളമാണ്, വാർഭിഹി വെള്ളം കൊണ്ട്, സ്രവദ്ഭിഹി ഒഴുകുന്ന, ഉദ്ഘുഷ്ടേ ഉദ്ഘോഷമുണ്ടാക്കുന്ന ശബ്ദമുണ്ടാക്കുന്ന, നിർവിന്ധ്യായാഹ നിർവിന്ധ്യ നദിയുടെ സമന്തതഃ നാലു ഭാഗത്തുമായിട്ട് ചുറ്റുമായിട്ട്, നിർവിന്ധ്യായാഹ സമന്തതഃ. നിർവിന്ധ്യ എന്ന നദി ഉത്ഭവിക്കുന്നത് വൃക്ഷപർവ്വതത്തിൽ നിന്നാണ്. അതിൻ്റെ താഴേക്ക് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ഘോഷം കൊണ്ട് ആ കാനനം ശബ്ദായമാനമാണ്, ശബ്ദമുഖരിതമാണ്. ഒന്ന് കണ്ണിന് കാഴ്ചയ്ക്ക് ഇമ്പം കൊടുക്കുന്ന പ്ലാശും അല്ലെങ്കിൽ ചമതയും അശോകവുമുണ്ട്. പിന്നൊന്ന് വെള്ളം ഒഴുകി വരുന്ന ശബ്ദവുമുണ്ട്. ഇത് രണ്ടും മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്നതാണ്. അങ്ങനെ മനസ്സിനെ ആഹ്ലാദിപ്പിക്കാനുള്ള വസ്തുക്കളൊക്കെ പർവ്വതങ്ങളിൽ ഉണ്ട്. അതും കുലപർവ്വതത്തിൽ ധാരാളമുണ്ട്. ഹിമവാനിൽ ഉള്ളതുപോലെ തന്നെ വൃക്ഷപർവ്വതത്തിലും ഇതെല്ലാം ഉണ്ട്. പഞ്ചേന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് എന്നർത്ഥം. ഈ പുഷ്പങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂങ്കുലകളോട് കൂടി മനോഹരമായി ശോഭിക്കുന്ന ആ പുഷ്പങ്ങൾ നേത്രത്തെയും അതിൻ്റെ സൗരഭ്യം കൊണ്ട് മൂക്കിനെയും, വെള്ളം ഒഴുകി വരുന്ന ശബ്ദം ചെവിയെയും, ആ പൂവിൻ്റെ സുഗന്ധം മൂക്കിനെയും, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളെയും ആസ്വദിപ്പിക്കാൻ പര്യാപ്തമാണ് വൃക്ഷപർവ്വതം. അവിടേക്കാണ് ഇവർ യാത്രയായത് അർത്ഥം. തപസ്സിനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിൻ്റെ യോഗ്യത പൂർണ്ണമായിരിക്കണം. കാരണം അവിടെ ചെന്നിരിക്കുമ്പോൾ സ്ഥലകാലങ്ങൾക്കനുസരിച്ചിട്ടാണ് മനസ്സിൻ്റെ വ്യാപാരം പോകുന്നത്. ഏകാഗ്രതയാണ് നമുക്ക് വേണ്ടത്, അതിനുവേണ്ടിയാണ് തപസ്സിന് പോകുന്നത്. പക്ഷേ നമ്മുടെ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്താൻ പര്യാപ്തമായ വിഷയങ്ങൾ പലതരത്തിലും പലയിടത്തും ഉണ്ട്. അതുകൊണ്ട് പ്രാണായാമം ചെയ്ത് ഈ ശ്രവണാദികളായ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും അല്പസമയത്തേക്ക് അടക്കി നിർത്തിയെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ. അടക്കി നിർത്താതിരിക്കാൻ പര്യാപ്തമായ ഗന്ധം, മണം, സ്പർശം, അതേപോലെ ശബ്ദം, ഇതൊക്കെ അവിടെ ഉണ്ടാവാം. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് തപസ് കൊണ്ട് നേടിയെടുത്തിട്ട് എന്നിയ പ്രാണായാമേന സംയമ്യ മനോ, പ്രാണായാമം കൊണ്ട് മനസ്സിന് സംയമനം ചെയ്യണം. വർഷശതം മുനി, 100 വർഷത്തോളം മുനി
അവിടെ തപസ്സിൽ സ്ഥിതി ചെയ്തു. ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിൽ ഇരുന്ന് ആ പുണ്യസ്ഥലത്തിലെ ജലം സ്നാനത്തിനും ആചമനത്തിനും പാനത്തിനും ഒക്കെ വേണ്ടി ഉപയോഗിച്ച് അകവും പുറവും പരിശുദ്ധമാക്കി തീർത്താൽ മാത്രമേ പ്രാണായാമത്തിന്റെ ഫലം കിട്ടുകയുള്ളൂ. ചാഞ്ചല്യമായ മനസ്സിനെ ഒരിടത്ത് അടക്കി നിർത്തണമെങ്കിൽ നല്ല പരിശ്രമം ആവശ്യമാണ്. മദം പൊട്ടി ഒഴുകുന്ന ആനയെ പിടിച്ച് തളയ്ക്കുന്ന അത്ര വിഷമമാണ് ഈ മനസ്സിനുള്ളതൊന്ന് പിടിച്ചു നിർത്താൻ. നിൽക്കില്ല. അത് ഭ്രാന്തെടുത്ത ആനയെ പോലെ പോകും. അതുകൊണ്ട് ആ മനസ്സിനെ അടക്കാൻ പ്രാണായാമം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഫലം കിട്ടും. പ്രാണായാമം നമ്മൾ നേരത്തെ ഇഷ്ടംപോലെ കേട്ടതാണ്. ആ പ്രാണായാമ വിധി കൊണ്ട് മനസ്സിനെ അടക്കി നിർത്തിയാൽ ഈ പൂവിൻ്റെ ഗന്ധത്തിലും നദിയുടെ ഒഴുക്കിൻ്റെ ശബ്ദത്തിലും ഒന്നും അകപ്പെടാതെ അതൊക്കെ അതുവഴി പൊക്കോളും, എന്നെ ബാധിക്കില്ല എന്ന് വിചാരിച്ച് അതിൽ നിന്നും കുറേശ്ശെ പിന്തിരിഞ്ഞു വന്ന് മനസ്സിനെ അടക്കിയാൽ ശരീരാഭിമാനം കുറയും. ഇപ്പം ശരീരാഭിമാനം നമുക്ക് കൂടുതലാണ്. ഞാൻ എൻ്റെ ശരീരം, ആ ശരീരത്തെ സംരക്ഷിക്കണം, അതിനെ കുളിപ്പിക്കണം, അതിനെ അലങ്കരിക്കണം, അതിന് അസുഖം വന്നാൽ മരുന്ന് കൊടുത്ത് നന്നാക്കണം, എല്ലാ നേരവും കൃത്യസമയത്ത് ഭക്ഷണം കൊടുത്ത് അതിനെ പാകപ്പെടുത്തി അളവും തൂക്കവും ഒക്കെ നന്നാക്കി ഇതൊക്കെ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പ്രഷറും ഷുഗറും ഒക്കെ എന്ന് നോക്കി അളവും തൂക്കവും ഒക്കെ നോക്കി നല്ല വസ്ത്രങ്ങളൊക്കെ ഉടുപ്പിച്ച് അലങ്കരിപ്പിച്ച് കഷ്ടപ്പെടുക. ഒരു ദിവസം എത്ര സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുക? എന്തിനു വേണ്ടി? നശിച്ചു പോകുന്ന ശരീരത്തിന് വേണ്ടി. അതിൻ്റെ അകത്തൊരു ആത്മാവുണ്ട്, അതിനുവേണ്ടി ഒന്നും ചെയ്യാറില്ല, അത് നശിക്കത്തുമില്ല. അപ്പോൾ നശ്വരമായ ശരീരത്തിന് വേണ്ടി ഒരു ജീവിതത്തിൻ്റെ എത്രയോ ഭാഗങ്ങൾ, എത്ര കാശുകൾ ചെലവാക്കുന്നത് എന്നതിനു വേണ്ടിയാണ്? ശരീരം നന്നാക്കാനാണ്. എത്ര കൂടിയ മരുന്ന്, എത്ര കൂടിയ വസ്ത്രങ്ങൾ, എത്ര കൂടിയ ഭക്ഷണങ്ങൾ, ഇതൊക്കെ ശരീരത്തെ നന്നാക്കി മോടി പിടിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ് മനുഷ്യൻ. അപ്പം ശരീരാഭിമാനം കൂടി വരികയുള്ളൂ. അതുകൊണ്ട് ശരീരാഭിമാനം കുറയണമെങ്കിൽ മനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റണം? വിഷയത്തിൽ നിന്നും അടക്കി നിർത്താൻ പറ്റണം. അതിന് പ്രാണായാമം ചെയ്യണം. പ്രാണായാമേന സംയമനോ വർഷശതം മുനിയും അധിഷ്ഠത ഏകപാദേന, ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് അധിഷ്ഠത നിന്ന് സ്ഥിതി ചെയ്തു. നൊന്തുന്തു അനിലഭോജന, ദ്വന്ദ്ങ്ങളെയൊക്കെ അടക്കി. എന്താ ദ്വന്ദ്ങ്ങൾ? ശീതോഷ്ണങ്ങൾ, സുഖദുഃഖങ്ങൾ, ലാഭനഷ്ടങ്ങൾ, ജയപരാജയങ്ങൾ, ഇതിനെല്ലാം അടക്കി ദ്വന്ദ്ങ്ങളെയൊക്കെ ഇല്ലാതാക്കി നിർദ്വന്ദ്വനായി. എന്നിട്ടോ അനിലഭോജന, ഭക്ഷണം എന്താണ്? വായു. അനിലൻ കാറ്റാണ്. വായുഭോജനമായി. വായുവിനെ മാത്രം ഭക്ഷിക്കാം. വായു മാത്രം ഭക്ഷിച്ച് കുറച്ച് ദിവസങ്ങൾ ജീവിക്കാൻ പറ്റും എന്ന് പലപ്പോഴും അടുത്ത കാലം വരെയും പലരും തെളിയിച്ചിട്ടുണ്ട്. അപ്പം വായുഭക്ഷകനായിട്ട് ആണ് അദ്ദേഹത്തിൻ്റെ തപസ്. തസ്മിൻ പ്രസൂനസ്തപകപലാശാശോകാനനെ വാർഭിസ്വദ്ധിയുത്കൃഷ്ടേ നിർവിന്ധ്യായ സമന്തത പ്രാണായാമേന സംയമനോ വർഷശതം മുനി അധിഷ്ഠതേകപാദേന ദ്വന്ദ്വോ നിലഭോജന ശരണം തം പ്രപദ്യേഹം. ആ ഭഗവത് സ്വരൂപത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു. യയേവ ജഗദീശ്വര, ആരാണോ ജഗത്തിൻ്റെ ഈശ്വരനായിരിക്കുന്നത് ആ പരമേശ്വരനെ തന്നെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ന പ്രജാം ആത്മഭമാം മഹ്യം പ്രയച്ഛത്വിതി ചിന്തയൻ. എന്ത് ചിന്തിച്ചുകൊണ്ടാണ്? ആത്മഭമാം പ്രജാം, തനിക്ക് തുല്യനായ പുത്രനെ. പ്രജ എന്ന് വെച്ചാൽ സന്താനം എന്നർത്ഥം. മറ്റ് പ്രജകൾക്ക് ഇത് വാക്കാ ഉപയോഗിക്കുന്നെങ്കിൽ ഇവിടെ സന്താനം, മക്കൾ എന്നർത്ഥം. ആത്മഭമം, എനിക്ക് തുല്യനായ മക്കളെ, മഹ്യം എനിക്കായിട്ടുണ്ട്, പ്രയച്ഛതു നൽകൂ, ഇതി ചിന്തയൻ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് 100 വർഷക്കാലം ആ
എന്നെപ്പോലെയുള്ള പുത്രന്മാർ എനിക്ക് ഫമനായ പ്രജാം ആത്മഫമാം മഹ്യം പ്രയച്ഛതു ഇത് ചിന്തയൻ, എനിക്ക് നൽകൂ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ പ്രാണായാമം കൊണ്ട് മനസ്സിനെ അടക്കി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് വായുഭക്ഷകനായി നിർദ്വന്ദ്വനായി ആ പർവ്വതത്തിൽ തപസ് ലക്ഷ്യം എന്താണ്? സത്സന്താനം. തസ്മിൻ പ്രസൂനസ്തവകപലാശാശോകാനനേ വാഗ്ഭിഃപ്രവദ്ഭിരുത്ഘുഷ്ടേ നിർവിന്ധ്യായ സമന്തതാം. പ്രാണായാമേന സംയമ്യ മനോവർഷശതം മുനിം അധിഷ്ഠതേകപാദേന നിർദ്വന്ദ്വോനിലഭോജനാം ശരണം തം പ്രപദ്യേഹം യയേവ ജഗദീശ്വരാം പ്രജാമാത്മഫമാം മഹ്യം പ്രയച്ഛത്വിതി ചിന്തയൻ. പ്രസൂനസ്തപകപലാശാശോകാനനേ നിർവിന്ധ്യായാഃ പ്രവദ്ഭിഃ വാഗ്ഭിഃ സമന്തതഃ ഉത്ഘുഷ്ടേ തസ്മിൻ മുനി പ്രാണായാമേന മനഃ സംയമ്യ നിർദ്വന്ദ്വഃ അനിലഭോജനഃ തം അഹം ശരണം പ്രപദ്യേ മഹ്യം ആത്മഫമാം പ്രജാം പ്രയച്ഛതു ഇത് ചിന്തയൻ വർഷശതം ഏകപാദേന അധിഷ്ഠത്. തസ്മിൻ പ്രസൂനസ്തബകപലാശാശോകാനനേ വാഗ്ഭിഃപ്രവദ്ഭിരുത്ഘുഷ്ടേ നിർവിന്ധ്യായ സമന്തതാം പ്രാണായാമേന സംയമ്യ മനോവർഷശതം മുനി അധിഷ്ഠതേകപാദേന നിർദ്വന്ദ്വോർലഭോജന ശരണം തം പ്രപദ്യേഹം ഏവ ജഗദീശ്വര പ്രജാമാത്മഫമാം മഹ്യം പ്രയച്ഛത്വിതി ചിന്തയൻ. തസ്മിൻ പ്രസൂനസ്തബക പരാശാശോകാനനേ വാഗ്ഭിഃപ്രവദ്ഭിരുത്ഘുഷ്ടേ നിർവിന്ധ്യായ സമന്തതാം പ്രാണായാമേന സംയമ്യ മനോവർഷശതം മുനിം അധിഷ്ഠതേകപാദേന നിർദ്വന്ദ്വോ അനിലഭോജനാം ശരണം തം പ്രപദ്യേഹം ഏവ ജഗദീശ്വര പ്രജാമാത്മഫമാം മഹ്യം പ്രയച്ഛത്വിതി ചിന്തയൻ. തപ്യമാനം ത്രിഭുവനം പ്രാണായാമൈധസാഗ്നിനാം നിർഗതേന മുനേർമൂർധ്നഃ സമീക്ഷ്യ പ്രഭവസ്ത്രയാം അപ്സരോ മുനിഗന്ധർവവിദ്യാധരോരകൈ വിദായമാന യശഭഃ തദാശ്രമപദം യയൂ. തപ്യമാനം തപിച്ചുകൊണ്ടിരിക്കുന്നവനെ ത്രിഭുവനം 3 ഭുവനത്തെയും തപിപ്പിച്ചുകൊണ്ടിരുന്ന അവനിലേക്ക് പ്രാണായാമ ഏഥസഗ്നിനാം പ്രാണായാമം കൊണ്ട് വർദ്ധിച്ച അഗ്നിയോടുകൂടിയവനായിട്ട്, പ്രാണായാമം എന്ന ഏഥസ് വിറകാണ്, പ്രാണായാമം എന്ന വിറകോടുകൂടിയവനായ പ്രാണായാമ ഏഥസ വിറകുകൊണ്ട് കത്തി വരുന്ന അഗ്നിയാൽ നിർഗതേന പുറത്തേക്ക് പുറപ്പെട്ട മുനിയുടെ മൂർധ്നഃ ശിരസിൽ നിന്നും സമീക്ഷ്യ കണ്ടിട്ട് ത്രയഃ പ്രഭവ 3 പേരുണ്ടായി. 100 സംവത്സരം പ്രാണായാമത്തോടുകൂടി തപസ് ചെയ്തുകൊണ്ട് മുനിയുടെ അന്തർഭാഗത്തില് ഉള്ള അഗ്നി കത്തിജ്വലിച്ചു. ഉള്ളിൽ അഗ്നിയുണ്ട്, അത് കത്തിജ്വലിച്ചിട്ട് മൂർധാവിൽ കൂടി പുറത്തേക്ക് വന്നു. അപ്പോൾ 3 ലോകത്തും സന്താപം ജനിച്ചിരിക്കുന്ന ജഗദീശ്വരന്മാരായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ 3 പേരും ഇതറിഞ്ഞപ്പോൾ അപ്സരോ മുനിഗന്ധർവ സിദ്ധവിദ്യാധരോരകൈ വിദായമാന യശഭ തദാശ്രമപദം യയൂ. അപ്സരസുകള്, മുനിമാര്, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ഉരകങ്ങൾ, ഇവരോട് വിദായമാന യശഭ
വ്യാപരിക്കപ്പെട്ട യശഫോടു കൂടിയവനായിട്ട് തത് ആശ്രമപദം യയുഹു, ആ ആശ്രമപദത്തെ പ്രാപിച്ചു, ആ ആശ്രമത്തിലേക്ക് എത്തി. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ 3 പേരും ആ ആശ്രമത്തിലേക്ക് എത്തി. കാരണം ഇവർ ഈ 3 പേരെയും തപസ് ചെയ്തുകൊണ്ട് ആ വൃക്ഷപർവ്വതത്തിൽ വസിക്കവേ അവരുടെ തപസ് കൊണ്ട് 3 ലോകവും ചുട്ടുപഴുത്തു തുടങ്ങി എന്ന് മാത്രമല്ല, പ്രാണായാമം എന്ന വിറകുകൊണ്ട് അഗ്നി കത്തിജ്വലിച്ചിട്ട് അത് പുറത്തേക്ക് പുറപ്പെട്ട് മൂർധാവിൽ നിന്ന് താഴേക്ക് വമിച്ചിട്ട് അങ്ങ് അത് കണ്ടപ്പോൾ 3 പേരും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും അപ്സരസ്സുമാര്, മുനിമാർ, ഗന്ധർവന്മാർ, സിദ്ധന്മാർ, വിദ്യാധർമാർ, ഉരകങ്ങൾ ഇവരോടുകൂടി വ്യാപൃതമായ തൻ്റെ യശസ്സോടുകൂടി തത് ആശ്രമപദം യയു, ആശ്രമപദത്തിലേക്ക് എത്തി. ഒരിക്കൽ തപ്യമാനം ത്രിഭുവനം പ്രാണായാമേധഭഗ്നിനാം നിർഗതേര മുനേർമൂർധനഫമീക്ഷ പ്രഭവസ്ത്രയ. അപ്സരോ മുനിഗന്ധർവ സിദ്ധവിദ്യാധരോരകൈം വിദായമാനേശഫ തദാശ്രമപദം യയൂ. പ്രാണായാമേധഫ മുനീഹ മൂർധനഃ നിർഗതേന അഗ്നിന ത്രിഭുവനം തപ്യമാനം പ്രഭവഃ ത്രയഃ സമീക്ഷ്യ അപ്സരോ മുനിഗന്ധർവ സിദ്ധവിദ്യാധരോരകൈഃ വിദായമാന യശഃ തദാശ്രമപദം യയുഃ. തപ്യമാനം ത്രിഭുവനം പ്രാണായാമേധഫഗ്നിന നിർഗതേന മുനിർമൂർധനഃ സമീക്ഷ്യ പ്രഭവസ്ത്രയാം അപ്സരോ മുനിഗന്ധർവ സിദ്ധവിദ്യാധരോരകൈം വിദായമാന യശഫസ്തദാശ്രമപദം യയൂ. തപ്യമാനം ത്രിഭുവനം പ്രാണായാമൈധഫഗ്നിന നിർഗതേന മുനേർമൂർധനഃ സമീക്ഷ്യ പ്രഭവസ്ത്രയാം അപ്സരോ മുനിഗന്ധർവ സിദ്ധവിദ്യാധരോരകൈം വിദായമാന യശഫസ്തദാശ്രമപദം യയൂ. തത്പ്രാദുർഭാവസംയോഗേ വിദ്യോതിതമനാമുനി ഉത്തിഷ്ഠന്നേകപാദേന ദദർശ വിബുധർഷഭാൻ. തത്പ്രാദുർഭാവ സംയോഗ, അവരുടെ പ്രാദുർഭാവത്തിൻ്റെ സംയോഗം കൊണ്ട് ആ ത്രിമൂർത്തികൾ 3 പേരും സമീപത്ത് വന്നപ്പോൾ അവരുടെ പ്രാദുർഭാവം കൊണ്ട്, അവരുടെ സംയോഗം കൊണ്ട് വിദ്യോതിതമനാമുനി, ഏറ്റവും വെട്ടിത്തിളങ്ങുന്ന മനസ്സോടുകൂടിയവനായ മുനി ഉത്തിഷ്ഠൻ, എഴുന്നേറ്റ് വന്നു, ഏകപാദേന ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് വിബുധർഷഭൻ ദദർശ, ദേവശ്രേഷ്ഠന്മാരെ കണ്ടു. ദദർശ കണ്ടു. വിബുധ ഋഷഭാൻ, വിബുധർഷഭാൻ, വിബുധന്മാർ, ദേവന്മാർ, ഋഷഭന്മാർ, ശ്രേഷ്ഠന്മാർ. ദേവന്മാരിൽ വെച്ച് ഉത്കൃഷ്ടരായ ആ 3 പേരെയും അത്രിമുനി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കണ്ടു. തത് പ്രാദുർഭാവ സംയോഗ വിദ്യോതിതമനോ മുനി ഉത്തിഷ്ഠന്നേകപാദേന ദദർശ വിബുധർഷഭാൻ. തത് പ്രാദുർഭാവ സംയോഗ വിദ്യോതിതമനാഃ മുനിഃ ഏകപാദേന ഉത്തിഷ്ഠൻ വിബുധർഷഭാൻ ദദർശ. തത് പ്രാദുർഭാവ സംയോഗ വിദ്യോതിതമനാ മുനി ഉത്തിഷ്ഠന്നേകപാദേന ദദർശ വിബുധർഷഭാൻ. തത് പ്രാദുർഭാവ സംയോഗ വിദ്യോതിതമനാ മുനി ഉത്തിഷ്ഠന്നേകപാദേന ദദർശ വിബുധർഷഭാൻ. പ്രണമ്യ ദണ്ഡവത് ഭൂമൗ ഉപതസ്ഥേർഹണാഞ്ജലിം വൃഷാംസു വർണ്ണസ്ഥൻ സ്വൈശ്ചിന്നിതൻ.
പ്രണമ്യ നമസ്കരിച്ചിട്ട് ദണ്ഡവത് വടി പോലെ ദണ്ഡം പോലെ വീണ് നമസ്കരിച്ചിട്ട് ഭൂമൗ ഭൂമിയിൽ ഉപതസ്ഥേ അർഹണാഞ്ജലി അർഹണാഞ്ജലി ഉപതസ്ഥേ പൂജാസാധനങ്ങളെ കൊണ്ട് ഉപതസ്ഥേ പൂജിച്ചു. അർഹണ അഞ്ജലി പൂജയ്ക്ക് അർഹമായ അഞ്ജലിയോട് കൂടിയവനായിട്ട് ഭൂമിയിൽ ദണ്ഡം പോലെ പ്രണമിച്ചിട്ട് പൂജാദ്രവ്യങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഉപതസ്ഥയെ അദ്ദേഹത്തിനെ പൂജിച്ചു. മൂന്നുപേരെയും ഒന്നിച്ചു കാണുക അത് വാസ്തു ഇതിഹാസ പുരാണങ്ങൾ അപൂർവമായൊരു കാഴ്ചയാണ്. ഒരു മഹർഷി മൂന്ന് പേരെ ഒരേ സങ്കല്പത്തോടെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുക. മൂന്നുപേരും ഒരുപോലെ ഈ ഭക്തന്റെ മുമ്പിൽ എത്തുക സാധാരണ സംഭവിക്കാറുള്ളതല്ല. ഒന്നിൽ ഒരാൾ ഇക്കൊന്നും വരാറില്ല. ചിലയിടത്ത് മാത്രം രണ്ടുപേരെ കാണാം, മൂന്നുപേരെങ്ങും വന്നിട്ടില്ല. അപ്പൊ ഇവിടെ ദണ്ഡം പോലെ നമസ്കരിച്ചിട്ട് കയ്യിൽ പൂജിക്കാനുള്ള വെള്ളവും എടുത്തുകൊണ്ട് അടുക്കരുത്. വൃഷം കാള, ഹംസം അരയൻ, പൂപർണൻ ഗരുഡൻ മൂന്ന് പേരുടെ മൂന്ന് വാഹനങ്ങളാണ്. ശിവൻ വൃഷഭവാഹനാണ്, കാളപ്പുറത്ത് സഞ്ചരിക്കുന്നവനാണ്. ബ്രഹ്മാവ് ഹംസവാഹനാണ്, ഹംസത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവനാണ്. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ സുപർണസ്ഥാൻ, സുപർണൻ ഗരുഡൻ, ശോഭനമായ ചിറകുകൾ പർണങ്ങൾ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സുപർണൻ എന്ന് പേര് വന്ന. അങ്ങനെ ആ സുപർണസ്ഥാൻ അതിലിരിക്കുന്നവരെ ശിവൻ കാളപ്പുറത്ത്, ബ്രഹ്മാവ് ഹംസത്തിന്റെ മുകളിൽ, വിഷ്ണു ഗരുഡന്റെ പുറത്ത്. വൃഷ ഹംസ സുപർണസ്ഥാൻ ഫൈഹി ഫൈഹി ചിഹ്നൈശ്ച ചിഹ്നിതാൻ, അവരവരുടെ അടയാളം കൊണ്ട് ചിഹ്നിതനാണ് ഇവരൊക്കെ. മൂന്നു പേരുടെയും കയ്യിൽ അവരവരുടെ ആയുധങ്ങളും ഭൂഷണങ്ങളും ഉണ്ട്. വൃഷഭവാഹനത്തിൽ അവിടെ തൃശൂലം, സർപ്പങ്ങള്, ഡമരു തുടങ്ങിയ ആയുധങ്ങൾ ശിവനും, സ്വന്തം ചിഹ്നത്തോടുകൂടി ബ്രഹ്മാവും, ഭക്തിസ്വരൂപനായ ഗരുഡവാഹനത്തിൽ ശംഖചക്രഗദ പങ്കജങ്ങൾ ധരിച്ചിരിക്കുന്ന വിഷ്ണുവും മുമ്പിൽ കണ്ടപ്പോൾ ഭക്തിപൂർവം ഭൂമിയിൽ വീണ് നമസ്കരിച്ചിട്ട് അദ്ദേഹത്തെ പൂജിച്ചു. എന്തുകൊണ്ട്? പുഷ്പം കൊണ്ട്, ഫലം കൊണ്ട്, ജലം കൊണ്ട്, ചന്ദനം കൊണ്ട്, ധൂപം കൊണ്ട്, ദീപം കൊണ്ട് എന്നിങ്ങനെ ഓരോ ദ്രവ്യങ്ങളെ കൊണ്ട് പൂജയാമാസ പൂജിച്ചു അവരെ. പ്രണമ്യ ദണ്ഡവത് ഭൂമാ ഉപതസ്ഥേർഹണ അഞ്ജലി വൃഷഹംസപൂർണസ്തൻ ചിഹ്നൈശ്ചിഹ്നിതാൻ ചിഹ്നിതാൻ വൃഷഹംസപൂർണസ്ഥാൻ വിബുധർഷഭാൻ ദൃഷ്ട്വാ ഭൂമൗ ദണ്ഡവത് പ്രണമ്യ അർഹണാഞ്ജലി ഉപതസ്ഥേ. പ്രണമ്യ ദണ്ഡവത് ഭൂമാ ഉപതസ്ഥർഹണാഞ്ജലി വൃഷഹംസപൂർണസ്തൻ ചിഹ്നൈശ്ചിഹ്നിതാൻ പ്രണമ്യ ദണ്ഡവത് ഭൂമാ ഉപതസ്ഥേർഹണാഞ്ജലി. ഭൂമൗ ഉപതസ്ഥേ അർഹണാഞ്ജലിയാണ് കുടിച്ചുമ്പോൾ. ഭൂമാ ഉപതസ്ഥർഹണാഞ്ജലി വൃഷഹംസപൂർണസ്താൻ ചിഹ്നിതാൻ പ്രണമ്യ ദണ്ഡവത് ഭൂമൗ ഉപതസ്ഥർഹണാഞ്ജലി വൃഷഹംസപൂർണസ്തൻ ചിഹ്നിതാൻ
ഫൈ ചിഹ്നൈः ചിഹ്നിതാൻ വഷഹംസ സുവർണസ്ഥാൻ ദൃഷ്ട്വാ വിബുധർഷഭാൻ ദൃഷ്ട്വാ ഭൂമൗ ദണ്ഡവത് പ്രണമ്യ അർഹണാഞ്ജലിഃ ഉപതസ്ഥേ. പ്രണമ്യ ദണ്ഡവത് ഭൂമാ ഉപതസ്ഥർഹണാഞ്ജലിം വഷഹംസ സുവർണസ്ഥാൻ ഫൈ ചിഹ്നൈശ്ചിഹ്നിതാൻ കൃപാവലോകേന ഹഫത് വദനേനോപലംഭിതാൻ തദ്രോജിഷാ പ്രതിഹതേ നിമീല്യമുനിരക്ഷിണീം ചേതസ്തത്രവണം യുഞ്ജൻ അഫ്താവീത് സംയതഞ്ജലി ശ്ലക്ഷണയാ സൂക്തയാ വാചാ സർവലോകഗരീയസാം. കൃപാവലോകേന കാരുണ്യം കൊണ്ടുള്ള നോട്ടം. കൃപാവലോകേന ഹഫത് വദന ഉപലംഭിതാൻ മന്ദഹാസത്തോടു കൂടിയ മുഖം. ഹഫദ് വദനം, അതുകൊണ്ട് ഉപലംഭിതം അറിയിക്കപ്പെട്ട. കൃപാവലോകേന ഹഫത് വചനേന ഉപലംഭിതാൻ തത് രോജിഷാ പ്രതിഹതേ അവന്റെ തേജസ് കൊണ്ട് പ്രതിഹതേ നഷ്ടപ്പെട്ടിട്ട് നിമില്യ മുനിഹി അക്ഷിണി. മുനിഹി അക്ഷിണീ നിമില്യ, മുനി രണ്ട് കണ്ണുകളും തുറന്നിട്ടേ എന്നത്. മുനി അവരെ പൂജിച്ചു എന്നാണ് മുൻ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചത്. അവരവരുടെ ആയുധം കൊണ്ട് അവരവരുടെ വാഹനങ്ങളിൽ കയറി ആ ത്രിമൂർത്തികൾ കാരുണ്യത്തോടെ ഭക്തരുടെ ഈ ദേവന്മാരെയും ഋഷികളെയും നോക്കിയിട്ട് അവരെ ഒന്ന് കടാക്ഷിച്ചു. മന്ദഹാസം കൊണ്ട് നിറഞ്ഞ മുഖത്ത് ഞങ്ങൾ ഇന്നവരാണെന്ന് മുനിയെ ധരിപ്പിച്ചു. മുനിക്ക് അല്ലാതെ തന്നെ മനസ്സിലായി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാണ്. അതുകൊണ്ടാണ് യഥാവിധി അവരെ പൂജിച്ചത്. അവരിൽ നിന്നും പുറപ്പെടുന്ന തേജസ് നോക്കാൻ പറ്റില്ല, കണ്ണ് അഞ്ചിപ്പോവും. കൊണ്ട് കണ്ണുകൾ അടച്ചു. മനസ്സിനെ അവരിൽ തന്നെ നിർത്തി കണ്ണടയ്ക്കുകയും ചെയ്തു. എന്നിട്ട് മധുരതരമായ അർത്ഥഗംഭീരമായ സ്തുതികൾ കൊണ്ട് ആ എല്ലാ ലോകന്മാരാലും വന്ദിക്കപ്പെടുന്ന അവരെ സ്തോത്രം ചെയ്തു, സ്തുതിച്ചു. അത്രി മഹർഷി 3 പേരെയും കണ്ടപ്പോൾ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് പൂജിച്ച് അവരെ സ്തുതിച്ചു. അത്രയുള്ള ആശയം. കൃപാവലോകേന ഹഫത് വദനേനോപലംഭിതാൻ തദ്രോജിഷാ പ്രതിഹതേ നിമില്യ മുനിരക്ഷിണീം ചേതസ്തത്പ്രവണം യുഞ്ജന്നഫ്താവീത് സംയതഞ്ജലി ശ്ലക്ഷണയാ സൂക്തയാ വാചാ സർവലോകഗരീയസാം. ചേതസ്തത്പ്രവണം യുഞ്ജൻ, ചേതസ് മനസ്സ് അവനിലേക്ക് ഉറച്ചാക്കി തീർത്തുകൊണ്ട് അഫ്താവീത് സ്തുതിച്ചു. സംയതാഞ്ജലി കൈകൂപ്പിക്കൊണ്ട് സ്തുതിച്ചു. ശ്ലക്ഷണയാ മൃദുലമായ, സൂക്തയാ വാച സൂക്തികൾ ചൊല്ലുന്ന വാക്കിനാൽ, സർവ ലോക ഗരീയസ എല്ലാ ലോകത്തിനും ഗരീയസായി കാണപ്പെടുന്ന, ഉത്കൃഷ്ടരായി കാണപ്പെടുന്ന, ശ്രേഷ്ഠരായി കാണപ്പെടുന്ന അവരെ വിധിപൂർവം സൽക്കരിച്ച് പൂജിച്ച് നമസ്കരിച്ച് സ്തോത്രങ്ങൾ ചെയ്തു എന്നർത്ഥം. കൃപാവലോകേന ഹഫത് വദനേനോപലംഭിതാൻ തദ്രോജിഷാ പ്രതിഹതേ നിമില്യ മുനിരക്ഷിണീം ചേതസ്തത്പ്രവണം യുഞ്ജന് അഫ്താവീത് സംയതഞ്ജലീം ശ്ലക്ഷണയാ സൂക്തയാ വാചാ സർവലോകഗരീയസാം. അവിടെ കൃപാവലോകേന ഹഫദ്വദനേന ഉപലംഭിതാൻ
അത്താൻ തദ്രോചിഷ പ്രതിഹത്തെ അക്ഷിണി നിമീല്യ ചേതഃ തത്പ്രവണം യുഞ്ജൻ മുനിഃ സംയതാഞ്ജലിഃ ശ്രക്ഷണയാ സൂക്തയാ വാചാ സർവലോകഗരീയസഃ അസ്താവി കൃപാവലോകേന ഹസത്വദനേനോപലംഭിതാൻ തദ്രോജിഷാ പ്രതിഹതേ നിമീല്യ പുനരക്ഷിണീ ചേതസ്തത്പ്രവണം യുഞ്ജന് അസ്താവീൻ സംയതഞ്ജലിം ശ്രക്ഷണയാ സൂക്തയാ വാചാ സർവലോകഗരീയസാം കൃപാവലോകേന അസദ്വദനേനോപലംഭിതാൻ തദ്രോജിഷാ പ്രതിഹതേ നിമീല്യ മുനിരക്ഷിണീം ചേതസ്തത്പ്രവണം യുഞ്ജന്നസ്താവിത് സംയതാഞ്ജലിം ശ്രക്ഷണയാ സൂക്തയാ വാചാ സർവലോകഗരീയസാം. അത്രൊരു വാച. അങ്ങനെ അത്ര സ്തുതിച്ചത് എങ്ങനെയാണ്, എന്താണ് സ്തുതിയുടെ ആവശ്യപ്പെട്ടതെന്ന് 2 ശ്ലോകത്തിൽ കൂടി ബോധ്യപ്പെടുത്തുക. വിശ്വോത്ഭവസ്ഥിതിലയേഷു വിഭജ്യമാനേർ മായാഗുണൈരനുയുഗം വിഗൃഹീതദേഹാ തേ ബ്രഹ്മവിഷ്ണുഗിരിശ പ്രണതോസ്മ്യഹം വസ്തേഭ്യഃ ഏവ ഭവതമ്മ ഇഹോപഹൂത. വിശ്വ ഉത്ഭവസ്ഥിതിലയേഷു, ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ, വിശ്വത്തിൻ്റെ ഉത്ഭവം, സൃഷ്ടി, സ്ഥിതി, ലയം, സംഹാരം, ഈ 3 എണ്ണങ്ങളിലും വിഭജ്യമാനൈഹി പകുത്തുകൊണ്ട്, മായാഗുണൈഹി മായാഗുണങ്ങളാൽ, അനുയുഗം ഓരോ യുഗം തോറും, വിഗൃഹീതദേഹാഹ ശരീരം സ്വീകരിച്ചുകൊണ്ട്, വിഗൃഹീതമായ ദേഹത്തോടു കൂടിയവരായിട്ട്, തേ അവർ ആരാണ്? ബ്രഹ്മവിഷ്ണു ഗിരിശാഹ, ബ്രഹ്മാവ്, വിഷ്ണു, ഗിരിശൻ ശിവൻ, അങ്ങനെയുള്ള ആ ജഗദീശ്വരനായ 3 പേരെയും പ്രണതോസ്മി അഹം, ഞാനിതാ നമസ്കരിക്കുന്നു. വഹ നിങ്ങൾക്ക്, തേഭ്യഃ ഏവ ഭവതാം ഇഹോപഹൂത, ഇവിടെ വിളിക്കപ്പെട്ടവർ കഹ ആരാണ്? ബ്രഹ്മാവിനെയാണോ വിളിച്ചത്? വിഷ്ണുവിനെയാണോ വിളിച്ചത്? ശിവനെയാണ്? ആരെന്ന് പറയാമെങ്കിൽ ബാക്കി ഞങ്ങൾ പൊക്കോളാം. ഒരാൾ നിന്നാൽ മതിയല്ലോ, എല്ലാവരും കൂടെ മെനക്കെട്ട് നിൽക്കുന്നേ. അതുകൊണ്ട് കാര്യം പറയൂ. വിശ്വോത്ഭവസ്ഥിതിലയങ്ങൾ വിഭജിക്കപ്പെട്ടവർ മായാഗുണത്താൽ അനുയുഗം വിഗൃഹീതദേഹ, ശരീരം വിഗൃഹീതന്മാരായി ശരീരത്തോട് കൂടിയവരാകുന്ന, വാസ്തവത്തിൽ ബ്രഹ്മം അരൂപമാണ്, അദൃഷ്ടമാണ്, ശരീരമില്ല. പക്ഷെ അതിൻ്റെ ശരീരം സ്വീകരിച്ചപ്പോൾ 3 ശരീരമായി, 3 മൂർത്തികളായി അവർ. ഒന്നിൽ നിന്നും ഉണ്ടായ 3 മൂർത്തികളാണ് മൂവരും. അതുകൊണ്ട് അവരുടെ മുമ്പിലാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പ്രത്യക്ഷപ്പെട്ടത്. അവർ 3 പേരെയും പ്രണതോസ്മി അഹം, ഞാൻ നമസ്കരിക്കുന്നു. വഹ നിങ്ങൾക്ക്, തേഭ്യഃ ഏവ ഭവതാം ഇഹോപഹൂത, അവരിൽ വെച്ച്, തേഭ്യ അവരിൽ വെച്ച്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ വെച്ച്, ഭവതാം മധ്യേ നിങ്ങളുടെ നടുക്ക്, മേ എന്നാൽ, ഇഹ ഉപഹൂത വിളിക്കപ്പെട്ടവൻ, കഹ് ആരെ? വഹ അഹം പ്രണത ഞാൻ നിങ്ങളെ നമസ്കരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ 3 പേരും
അവിടെ അത്രി മഹർഷിയുടെ മുമ്പിൽ ആവിർഭവിച്ചപ്പോൾ അത്രിയുടെ സ്തുതിവചനത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. ലോകത്തെ നിർമ്മിച്ച് രക്ഷിച്ച് സംഭരിക്കാൻ പറ്റുന്ന മൂവരാണ് നിങ്ങൾ. നിങ്ങളുടെ ഗുണങ്ങൾ വേർതിരിക്കാനാവാത്തതാണ്. നിങ്ങൾ സ്വയം സ്വീകരിച്ചതാണ് ഒരാൾ സൃഷ്ടി, ഒരാൾ സ്ഥിതി, ഒരാൾ സംഹാരം. യുഗം തോറും നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ നിർവഹിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ തരം ശരീരങ്ങൾ സ്വീകരിക്കും. കാരണം ആ ദേവന്മാരാണ്, സുപ്രസിദ്ധന്മാരായിരിക്കുന്ന ആ ദേവന്മാരാണ് നിങ്ങളെന്ന് ഞാൻ അറിയുന്നു. നിങ്ങളെ ശരണം പ്രാപിക്കുന്നു. ആ ഏകൻ നിങ്ങളിൽ ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തന്നെ എന്നെ ധരിപ്പിക്കാൻ കരുണയുണ്ടാകണം. ഇത്രയും ധ്വനിയുണ്ട് ആ ഒരു ശ്ലോകത്തിൽ. വിശ്വോത്ഭവസ്ഥിതിലയേഷു വിഭിജ്യമാനേർ മായാഗുണൈഃ അനുയുഗം വിഗൃഹീതദേഹ തേ ബ്രഹ്മവിഷ്ണു ഗിരിശാഃ പ്രണതോസ്മ്യഹം വഃ തേഭ്യഃ ഏവ ഭവതാം മ ഇഹോപഹൂതഃ. വിശ്വോത്ഭവസ്ഥിതിലയേഷു വിഭജ്യമാനഃ മായാഗുണൈഃ അനുയുഗം വിഗൃഹീതദേഹാഃ ബ്രഹ്മവിഷ്ണു ഗിരിശാഃ തേഭ്യഃ ഭവതാം മധ്യേ മേ ഇഹ ഉപഹൂതഃ കഃ വഹ അഹം പ്രണതഃ അസ്മി. നിങ്ങൾ ഞങ്ങൾ ആരെയാണെന്ന് വിളിച്ചു വരുത്തിയ പറയൂ. 3 പേര് ഇപ്പോൾ മുമ്പിൽ. 3 പേരെ കൂടെ ഒന്നിച്ച് ഒരാൾക്ക് വിളിച്ചു വരുത്തിയത് അഭിഷേകാകാൻ പറ്റില്ല. അപ്പോൾ ഒരാളെയാണ്. അതാരാണെന്ന് ഞങ്ങളോട് പറയൂ. വിശ്വോത്ഭവസ്ഥിതിലയേഷു വിഭജ്യമാനൈ മായാഗുണൈരനുയുഗം വിഗൃഹീതചേതാം തേ ബ്രഹ്മവിഷ്ണു ഗിരിശാ പ്രണതോസ്മ്യഹം വഃ തേഭ്യഃ ഏവ ഭവതാം മ ഇഹോപഹൂതാം. തീർന്നില്ല, ഒരു ശ്ലോകമുണ്ട്. ഏകോമയേഹ ഭഗവൻ വിവിധ പ്രധാനേ ചിത്തീകൃത പ്രശമനായ കഥം നു യൂയം അത്രാഗതസ്തനുഭൃതം മനസോപി ദൂരാത് ദ്രോതപ്രസീദത മഹാനിഹ വിസ്മയോ മേ. ഏകഃ ഒന്ന്, മയ എന്നാൽ, ഇഹ ഇവിടെ, ഭഗവാൻ വിവിധ പ്രധാനൈഃ വിവിധങ്ങളായ പ്രധാനങ്ങളോട് കൂടിയവനായ അങ്ങ്. ഉത്കൃഷ്ടമായ സന്താനത്തെ കിട്ടണമെങ്കിൽ പൂജോപകരണങ്ങൾ വേണം. 6 ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്നവനായിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് അവതരിക്കേണ്ടത് സങ്കല്പിച്ചുകൊണ്ട് മനസ്സിൽ ആ ദേവനെ പൂജിച്ചും ധ്യാനിച്ചും കൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തന്നെ നിങ്ങൾക്ക് ജനിക്കാം എന്ന് വാഗ്ദാനം ചെയ്തത്. ഈ ഏകദേവന്റെ ഒറ്റയാളായിരുന്നു 3 പേരും. അവരിൽ നിന്ന് 3 പേർ ഉണ്ടായി വന്നതാണ്. അങ്ങനെയുള്ള ആ ത്രിമൂർത്തികളായ നിങ്ങളുടെ പ്രസാദം എനിക്ക് എങ്ങനെ ലഭിച്ചു എന്ന ഒരു ശങ്ക പരിഹരിക്കാൻ വേണ്ടിയാണ് എന്നോട് പ്രസാദിക്കണം എന്നാവശ്യപ്പെടുക. ഏകോ മയാ ഇഹ ഭഗവൻ വിവിധ പ്രധാനൈഃ ചിത്തീകൃതഃ പ്രജനനായ കഥം നു യൂയം. വിവിധങ്ങളായ പ്രാധാന്യങ്ങൾ കൊണ്ട്, പ്രധാനങ്ങളായ സാധനങ്ങളെ കൊണ്ട് ഏകഃ ഭഗവാൻ ഒന്നായിരിക്കുന്ന അങ്ങ് പ്രജനനായ ഒരു പ്രജനനത്തിനായിക്കൊണ്ട് മയ ചിത്രീകൃത എന്നാൽ ചിത്രത്തിലാക്കപ്പെട്ടു. അങ്ങനെ ദൂരാത് അഗോചരന്മാരായ നിങ്ങൾ എങ്ങനെയാണ് ഇവിടേക്ക് ആഗതന്മാരായി, അത് ഞങ്ങളോട് പറയൂ എന്നിങ്ങനെ
അത്രിയുടെ സ്തുതിവചനം ഉപസംഹരിക്കുകയാണ്. ഏകോമയേഹ ഭഗവാൻ വിവിധ പ്രധാനൈശ്ചിത്രേകത പ്രജനനായ കഥം യൂയം അത്രാഗതാസ്തനുഭൃതം മനസോപി ദൂരാത് ബ്രൂതപ്രസീദത മഹാനിഹ വിസ്മയോ മേ. വിവിധ പ്രധാനൈഃ ഏകഃ ഭഗവാൻ ഇഹ പ്രജനനായ മയാ ചിത്രീകൃതഃ തനുഭൃതാം മനസഃ അപി ദൂരാः യൂയം കഥം नु ആഗതാः ബ്രൂത പ്രസീദത ഇഹ മേ മഹാൻ വിസ്മയഃ. ഏകോമയേഹ ഭഗവാൻ വിവിധ പ്രധാനൈശ്ചിത്രേകത പ്രജനനായ കഥം नु യൂയം അത്രാഗതാസ്തനുഭൃതം മനസോപി ദൂരാത് ബ്രൂതപ്രസീദത ഭവാനിഹ വിസ്മയോ മേ. ഏകോമയേഹ ഭഗവാൻ വിവിധ പ്രധാനൈ ചിത്രീകൃത പ്രജനനായ കഥം नु യൂയം അത്രാഗതാസ്തനുഭൃതം മനസോപി ദൂരം ബ്രൂതപ്രസീദ മഹാനിഹ വിസ്മയോ മേ. ഈ രണ്ട് ശ്ലോകത്തിൽ കൂടിയാണ് ഭഗവാനെ സ്തുതിച്ച് പൂർണ്ണമാക്കുന്നത്. ഇനിയും മൈത്രേയൻ ഇടപെട്ട് ബാക്കി കഥ പറയുന്നു. ദേവന്മാർ ഈ 3 പേരും ഇതിന് മറുപടി പറയുന്നതായിട്ടാണ് അടുത്ത ശ്ലോകങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ സമയം ആയതുകൊണ്ട് നമുക്കിവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം.